സോ ടുഡേയ്സ് ഡേ 3. നമ്മളിന്ന് പോകുന്നത് ബാരംഗോ ക്യാമ്പിലേക്കാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഓൾമോസ്റ്റ് 3800 മീറ്റർ എലിവേഷനിലുള്ളത്. പക്ഷേ ബാരംഗോ ക്യാമ്പും ഏകദേശം സെയിം എലിവേഷൻ തന്നെയാണ്. പക്ഷെ അതിന് മുന്നേ നമ്മൾ 4600 മീറ്റർ എലിവേഷനിലേക്ക് കയറും. അതാണ് ലാവ ടവർ. അവിടെ നിന്നാണ് ലഞ്ച്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഡിസെൻഡ് ചെയ്യും അപ്രോക്സ് 3800 മീറ്റർ എലിവേഷനിലേക്ക്. അക്ലിമറ്റൈസേഷന് വേണ്ടിയിട്ടാണ്. കാരണം ക്ലൈംബ് ഹൈ സ്ലീപ്പ് ലോ, എന്നാലേ നമുക്ക് അക്ലിമറ്റൈസേഷൻ ചെയ്യാൻ പറ്റും. സോ നമ്മൾ 4600 മീറ്ററിലേക്ക് കയറും. ഏകദേശം ബേസ് ക്യാമ്പിൻ്റെ പേര് അതാണ്. എന്നിട്ട് വീണ്ടും താഴെ ഇറങ്ങും. അതാണ് ഇന്നത്തെ പരിപാടി. ആൾമോസ്റ്റ് 11 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, യു ക്യാൻ സീ the view of Kibo. It is a Uru peak. So all set for the day. All set? Now we are going to introduce with our team. I love this. The ZAF team. Those are the heroes who made us till this point. മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ പോയത് സാഫ് ടൂസിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ സാഫ് ടൂസിൻ്റെ ലീഡ് ഗൈഡ് എന്നുള്ളത് ജോണാണ്. അപ്പോൾ നമ്മുടെ ഇന്ന് 3ാമത്തെ ദിവസം. അപ്പോൾ ജോൺ നമുക്ക് നമ്മുടെ ക്രൂവിനെ പരിചയപ്പെടുത്തി തരികയാണ്. ഇതിനകത്ത് കുറേ പേര് നമ്മൾ നേരിട്ട് ആകെപ്പാടെ നമ്മൾ കാണുന്നത് ഗൈഡ്സിനെ മാത്രമാണ്, അല്ലെങ്കിൽ ഫുഡ് തരുന്ന ആളുകളെ മാത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ബാക്ക് എൻഡിൽ കുറേ പേരുണ്ട്. നമ്മുടെ ടോയ്ലറ്റ് വൃത്തിയാക്കുന്നവർ, നമ്മുടെ പോർട്ടേഴ്സ്. അപ്പോൾ ഈ ഒരു സെഷൻ എന്നുള്ളത് നമുക്ക് അവരായിട്ട് പരിചയപ്പെടാനും പരസ്പരം അറിയാനും. കാരണം ഞങ്ങളുടെ ഈ ടീമിലെ എല്ലാവരും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയുന്നവരാണ്. സെക്കൻഡ്ലി, എന്താവശ്യത്തിനും ഇതിലേതൊരാളെ നമ്മൾ സമീപിച്ചാലാണ്. അവർ എന്താ പറയുക, നമ്മളെന്ത് പറയണമെന്ന് കാത്തിരിക്കുന്ന പോലെയാണ് അവർ ഓരോരുത്തരും. ഇപ്പോൾ ഒരാൾ ചിലപ്പോൾ ടെൻറ്റിൻ്റെ വർക്കിൻ്റെ ആളായിരിക്കും, പക്ഷെ അവരുടെ നമ്മൾ എന്തെങ്കിലും ചൂടുവെള്ളം വേണമെന്നോ എന്തെങ്കിലും പറയുകയാണെങ്കിലും അവർ എപ്പോഴും റെഡിയാണ്, ഏത് സമയത്തും. നല്ലൊരു ടീമായിരുന്നു. പിന്നെ ഷെഫിൻ്റെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് പിക്കി ടൈപ്പാണ്. ഈവൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ സംഭവം കഴിക്കാനും പറ്റില്ല, വെജ് ഡിഷസിനും. പക്ഷെ എന്നാലും ഞാൻ കുറേ എന്താ പറയുക, റെഡി ടു കുക്ക് ഫുഡുകളൊക്കെ കൊണ്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവർ മാനേജ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇൻട്രൊഡക്ഷൻ സെക്ഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഉള്ളതാണ് നമ്മുടെ വാമപ്പ് സോങ്. ആ സോങ്ങോട് കൂടി ആണ് നമ്മുടെ ഈ ദിവസത്തെ ട്രക്ക് ആരംഭിക്കുക. പിന്നെ ഞങ്ങൾക്ക് 4 ഗൈഡ്സാണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. ജോണാണ് ലീഡ് ഗൈഡ്. പിന്നെ ഉള്ളത് ഗബ്രിയൽ, ജോനാഥൻ. പിന്നെ നമുക്ക് ലേഡീസ് നമ്മുടെ കൂടുതലുണ്ട്. ഒരു ലേഡി ഗൈഡ് കൂടി ഉണ്ടായിരുന്നു, ജാക്കി. അതിനകത്ത് സ്പെഷ്യലി പറയേണ്ട 2 പേരാണ് നമ്മുടെ ജോണും ജോനാഥനും. അവർക്ക് കിളിമഞ്ചാരോ മലയെക്കുറിച്ച് ജിയോഗ്രഫിക്കലിയും പിന്നെ അവിടുത്തെ ഈ മരങ്ങളും ചെടികളെക്കുറിച്ചും പൂക്കളെക്കുറിച്ചും വല്ലാത്ത നോളജായിരുന്നു. പോകുന്ന വഴിക്കൊക്കെ ഞാൻ ഇവരോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് കിളിമഞ്ചാരോ ഉണ്ടായത്, പിന്നെ അവിടുത്തെ ഓരോ മരങ്ങളിലെയും പൂക്കളിലെയും സവിശേഷതകൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതിനകത്ത്. നല്ലൊരു എന്താ പറയുക, നോളജ് കിട്ടാൻ കഴിഞ്ഞു ഇവരുടെ കയ്യിൽ നിന്ന്. You like music? You like that music? Yeah. Shower time. Jumbo. What a peak.
at the view. ഇപ്പോൾ നമ്മൾ നടക്കുന്നത് ഏകദേശം നമ്മുടെ UAE മൗണ്ടൻസിനെ പോലെയാണ്. റോക്കി ഒരു ടെറൈനാണ്. ഇന്ന് നമ്മൾ ട്രക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 3800 മീറ്റർ എലിവേഷനാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഉറങ്ങാൻ പോകുന്നതും ഏകദേശം സെയിം എലിവേഷൻ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മൾ 3800 4600 മീറ്റർ വരെ കയറും. അതാണ് നമ്മുടെ ലാവ ടവർ. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഡിസെൻഡ് ചെയ്യും നമ്മുടെ അടുത്ത ക്യാമ്പിലേക്ക്. എന്നിട്ട് അവിടെ അഗൈൻ 3800 മീറ്ററിലാണ് നമ്മളിന്ന് ഉറങ്ങാൻ പോകുന്നത്. So before there was a one peak called Shira Peak. Okay, it got erupted. Okay. Later on, some years, another eruption occurred and it created the Mawenzi Peak. An eruption occurred and it created the Mawenzi Peak. നമുക്ക് എങ്ങനെയാണ് കിളിമഞ്ചാരോ പർവ്വതം ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാം. കിളിമഞ്ചാരോ പർവ്വതത്തിന് ടോട്ടൽ 3 ഉയരം കൂടിയ ഭാഗങ്ങളാണ് ഉള്ളത്. അതിലൊന്നാണ് കിബോ. കിബോ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 5895 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കിബോ തന്നെയാണ് കിളിമഞ്ചാരോയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. കിബോയുടെ ഇന്നത്തെ പേര് കേട്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. അതാണ് നമ്മുടെ ഉഹ്റു പീക്ക്. ടാൻസാനിയയ്ക്ക് 1961 സ്വാതന്ത്ര്യം കിട്ടിയത്. ആ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് അവർ ഉഹ്റു എന്നുള്ള പേര് ആ പീക്കിന് കൊടുത്തത്. ഉഹ്റു എന്ന ആ വാക്കിൻ്റെ അർത്ഥം സ്വാതന്ത്ര്യം എന്നാണ്. രണ്ടാമത്തെ ഉയരം കൂടിയ ഭാഗമാണ് മാവൻസി. ഈ പീക്ക് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 5149 മീറ്റർ ഉയരത്തിലാണ്. ആഫ്രിക്കയിൽ തന്നെ മൂന്നാമത്തെ ഉയരം കൂടിയ പീക്കാണ് മാവൻസി. വളരെ കുത്തനെ ലൂസ് റോക്സ് ആയതുകൊണ്ടും ടെക്നിക്കൽ ഗിയേഴ്സ് വെച്ച് മാത്രമേ ഈ പീക്ക് ക്ലൈംബ് ചെയ്യാൻ കഴിയുള്ളൂ. വളരെ അപകടകരമായതുകൊണ്ട് തന്നെ കിളിമഞ്ചാരോ നാഷണൽ പാർക്ക് അധികൃതർ സേഫ് ആയിട്ടുള്ള റൂട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ടൂർ കമ്പനികൾ ഇങ്ങോട്ട് എക്സ്പെഡിഷൻ പ്ലാൻ ചെയ്യുന്നില്ല. പക്ഷേ കിളിമഞ്ചാരോ നാഷണൽ പാർക്ക് ഈ പീക്കിലേക്കുള്ള പെർമിഷൻ റീഓപ്പൺ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. Like on the other side or from here only? Like from here, see, this is Shira. Mawenzi. Okay. in between here. Understood. Thank you. I'm sorry for asking again. Okay. നമ്മൾ ഇന്ന് ലഞ്ച് കഴിക്കാൻ പോകുന്ന ലാവ ടവറിലാണെന്ന് പറഞ്ഞല്ലോ. 4600 മീറ്റർ ഉയരത്തിലാണ് ലാവ ടവർ സ്ഥിതി ചെയ്യുന്നത്. അത് നമ്മുടെ കിബോ ഇറപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് മാഗ്മ തെറിച്ച് പോകണതാണ് ഈ ഇത്രയും ദൂരം. എന്നിട്ട് അവിടെ അത് കൂളായി ഒരു ടവറിൻ്റെ ഒരു ഫോർമേഷൻ ഉണ്ടായിരിക്കുകയാണ് ആ മാഗ്മ. അതാണ് ഈ ലാവ ടവർ. നല്ല ദൂരം ഉണ്ട് ആക്ച്വലി അത്. Okay. Now it throws Okay. something, like orange. It gets dropped somewhere. Okay. Completely it went to other side. എന്തുകൊണ്ടാണ് കിളിമഞ്ചാരോ പർവ്വതത്തിന് താഴെ റെയിൻ ഫോറസ്റ്റ് ഉണ്ടായെന്നുള്ളൊരു ചോദ്യമായിരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ആൾ തന്നത്. ഈ മഴകളും കാര്യങ്ങളും സംഭവിക്കുമ്പോൾ എപ്പോഴും ഫെർട്ടൈലായിട്ടുള്ള മണ്ണ് വെള്ളത്തിൻ്റെ കൂടെ താഴേക്ക് പോയി താഴെ ഡെപ്പോസിറ്റ് ആവും. അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ മലകളുടെയും താഴെയുള്ള ഭാഗം നല്ല ഫെർട്ടൈലായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഈ എല്ലാതരം മരങ്ങളും കാര്യങ്ങളും നന്നായിട്ട് വളരുന്നതും പിന്നെ അവിടെ ഒരു റെയിൻ ഫോറസ്റ്റ് ആയിട്ട് പിന്നീട് അത് മാറുന്നതും. They have nutrients. Okay. So that one attracts plant growth. Okay. Plant growth is the rainforest. Okay. And below the rainforest, people do farming Yeah. because of the fertile soils. Soil And erosion. they get broken because of abrasion. Abrasion is rocks hitting each other Yeah. and break. Okay. So they form small rock. Again. These rocks hit each other. And break. Yeah. Break the next one. Okay. ഇവിടുത്തെ റോക്ക് ഫോർമേഷൻ അല്ലേ എന്ത് രസം. All set, man. He's catching his breath. വന്നത് ഇതിൽ കൂടെയാണ്. ഇതിൽ കൂടെ പോയി അതിൽ കൂടെ തൊട്ട് പറഞ്ഞുതരാം. അവിടെ തന്നെ ഇത് ലെമോഷൻ എന്ന് വരുന്ന ആളുകളാണ് ഇതിൽ കൂടെ. So we are meeting with Lemoshe and what is the other one, bro? Mumbai. Okay. രണ്ടുപേരൊക്കെ ലെമോഷ ഒന്ന് വരുന്നത്. ജംബോ ഞങ്ങൾ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. 10 മിനിറ്റ് ബ്രേക്ക്. Hiking on a cold wind to cover the nose. Yes, we can get cold. Select the door.
കാണുന്ന വലിയ പാറകഷ്ണം ലാവ ടവർ. ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടില്ലേ, കംപ്ലീറ്റ്ലി അൺപ്രഡിക്റ്റബിൾ. അപ്പോൾ അവിടെ നമ്മൾ ലാവ ടവറുണ്ട്. അപ്പോൾ ഈ ഭാഗം തന്നെ അറിയുന്നില്ല. ആ ടീം വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ മഞ്ഞ് മാറി മഴയും എല്ലാം മിനിറ്റുകൾക്കുള്ളിൽ സംഭവിക്കുന്നു. ഓൾമോസ്റ്റ് ഈ ലാവട്ടവന് ചെറിയ പാലൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ പറയുന്ന ലാവ ടവർ. പണ്ട് ഇവിടെ കയറാനൊക്കെ പറ്റിയായിരുന്നു. ഇപ്പം എന്താ അത് കുറച്ച് വീക്ക് അത്രേ. അപ്പം അതിന് മേലേക്ക് കയറാൻ കഴിക്കുന്നില്ല. അപ്പം നമുക്ക് ഇവിടെയാണ് ഇന്ന് ലഞ്ചുള്ള. ജോനാഥ ലീഡിങ് us. 1, 2, 1, 3. Yeah. Together we can. Yeah. Yes. Well done, guys. Thank you. Thank you, Gabriel. അങ്ങനെ നമ്മൾ ലാവ ടവറിൽ എത്തിയിരിക്കുകയാണ്. AMSൻ്റെ ആദ്യമായിട്ട് എനിക്ക് ലക്ഷണം കിട്ടാൻ തുടങ്ങി ഇവിടെ വെച്ചിട്ടായിരുന്നു. ചെറിയ രീതിക്കുള്ള ഒരു തലവേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഗൈഡുകൾ പറഞ്ഞു അത് കോമൺ ആണ്. നമ്മൾ ഡയറക്റ്റ്ലി 3800 4600 എത്തിയതല്ലേ. അപ്പോൾ നിങ്ങൾ ഈ വീണ്ടും നമ്മളിനി ഇറങ്ങുന്നത് 3800 മീറ്ററിലേക്ക്. അപ്പോഴേക്കും ക്ലിയർ ആവുമെന്ന് പറഞ്ഞു. അത് ക്ലിയർ ആവും ചെയ്തു കേട്ടോ. പിന്നീട് അതിനുശേഷം എനിക്ക് ഈ AMSൻ്റെ ഭാഗമായിട്ട് തലവേദന വന്നത് സമ്മേറ്റ് ലാസ്റ്റാണ്. സമ്മിറ്റിന് ശേഷമായിരുന്നു. അതിൻ്റെ കഥ ആ ദിവസം പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലഞ്ച് വെച്ച് നമ്മളിവിടെ ബ്രേക്ക് ചെയ്യാണ്. ഇതിൻ്റെ ബാലൻസ് വീഡിയോ നമ്മൾ അടുത്തൊരു പാർട്ടിലായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുവരെയും സ്റ്റേ ട്യൂൺ.